തൃശ്ശൂർ പ്രചാരണ ചൂടിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. എന്നോടൊപ്പം ഇപ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണുള്ളത്. ഇന്നിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. തീയതിയൊക്കെ ആവുന്നതിൻ്റെ എല്ലാവർക്കും ഒരു ആകാംക്ഷയൊക്കെയുണ്ട്. സുനിലേട്ടാ, എങ്ങനെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്? അപ്പം എന്നാണെന്നുള്ള കാര്യത്തിലൊരു തീരുമാനമൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? എപ്പോഴത്തേക്ക് ആവുന്നു വല്ലതും ഉണ്ടോ? അല്ല, ഇലക്ഷൻ മിക്കവാറും ഈ തൃശ്ശൂർ പൂരത്തിന് ശേഷമായിരിക്കാനാണ് സാധ്യത. പിന്നെ ഏപ്രിൽ 19-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് പിന്നെ വിഷു വരും, അല്ലെങ്കിൽ പിന്നെ വിഷുവിന് മുമ്പ് വേണ്ടി വരും. ആദ്യത്തെ ഫേസിലാണെങ്കിൽ മിക്കവാറും ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിൽ ഇലക്ഷൻ വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, പണ്ട് CK ചന്ദ്രപ്പൻ ഇലക്ഷൻ മത്സരിച്ച സമയത്ത് ഉണ്ടായ പോലെ ലാസ്റ്റ് ഫേസിലാണ് ഇലക്ഷൻ വരുന്നതെങ്കിൽ ഇപ്പം മെയ് മാസം വരെ നീണ്ടുപോകാം. അപ്പോൾ എന്തു വന്നാലും നമ്മൾ നേരിടാനായിട്ടാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച്, തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പൂരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ആഘോഷമാണല്ലോ. അപ്പം ഈ ഇലക്ഷൻ്റെ ഇടയിൽ പൂരം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? പൂരത്തിൻ്റെ ശോഭ അല്ലെങ്കിൽ അത് ആഘോഷിക്കാനുള്ള നമ്മുടെ ഒരു ഇത് കുറയോ കൂടുമോ? നമ്മളൊരു 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഷെഡ്യൂള് എല്ലാ കൊല്ലം പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് നമുക്ക് ഉദ്ദേശിച്ച പോലെ ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പരിപാടികളുടെ ഒരു കൂട്ടത്തിലായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ താല്പര്യം, വ്യക്തിപരമായിട്ട് എൻ്റെ ഇഷ്ടം, പൂരത്തിന് മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് പൂരം ആഘോഷിക്കുകയല്ല എന്നുള്ളതാണ് നമ്മൾ ആഘോഷിക്കും. ഈ മെയിലേക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചൂട് ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ ഒരു അതിജീവിക്കുക? എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി ക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ചൂടെന്തായാലും ഗംഭീര ചൂടാണ്. അതിപ്പോൾ നമ്മൾ എന്തായാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. എന്ത് ചൂട് വന്നാലും ഇലക്ഷൻ കാലത്ത് നമ്മൾ അതിൽ നിന്നൊന്നും പിന്മാറുന്ന പ്രശ്നമില്ല. മറികടക്കാൻ പറ്റില്ല. മുമ്പല്ല, ഇപ്പം ഞാൻ 3 ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള ആളാണ്. അതും ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നടന്നിട്ടുള്ള ഇലക്ഷനിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ ചൂടുണ്ടാവും. നമ്മളൊക്കെ ഇപ്പം തന്നെ വാടിക്കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിയുന്നതൊക്കെ നമ്മളൊരു പരിവാവും. അതെന്തായാലും സംഭവിക്കാൻ പോണ കാര്യമാണ്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചൂട് ഇലക്ഷൻ്റെ ചൂടാണല്ലോ. അതിനേക്കാൾ വലിയ ചൂടൊന്നും ഈ മെയ് മാസത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്കതൊരു എങ്ങനെയാണ്? ഗുണമാവോ അത് ബുദ്ധിമുട്ടാവോ? അത് ആദ്യം നടന്നാലും നമുക്ക് ഗുണമാണ്, നേരെ വൈകിയാലും ഞങ്ങൾക്ക് ഗുണമാണ്. എങ്ങനെയായാലും ഗുണം ഉണ്ടാക്കാവുന്ന പരിപാടി നമ്മൾ ചെയ്യും. എന്തായാലും ഇലക്ഷൻ പൂരവും തൃശ്ശൂർ പൂരവും ഒക്കെ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും. എന്തായാലും ഗോതയിൽ കാണാമെന്ന് തന്നെയാണ് സുനിച്ചേട്ടൻ പറയുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.